ഗോസ് തിയറത്തിൻ്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയർ. യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയർ ഓർ സ്ഫെറിക്കൽ ഷെൽ. ഹോളോസ്ഫിയർ ഓർ സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ നിങ്ങൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയ ഹോളോസ്ഫിയർ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മളൊരു ഹോളോസ്ഫിയർ എടുക്കുകയാണ്. യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരു ഹോളോസ്ഫിയർ എടുത്തു. അപ്പോൾ ഈ ഹോളോസ്ഫിയർ യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഈസ് യൂണിഫോംലി ചാർജ്ഡ്. യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഇതിൽ ഇതിലുള്ള അപ്പോൾ ഹോളോസ്ഫിയർ ആണ്. ഹോളോസ്ഫിയർ ആയതുകൊണ്ട് ഇതിൻ്റെ സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവൂ അല്ലേ. ഹോളോ അല്ലേ, അപ്പോൾ സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവൂ. അപ്പോൾ ഇത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. സർഫസിലും ഉള്ളിലും ചാർജ് ഉണ്ടെങ്കിലേ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആവും. അപ്പോൾ സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ, കാരണം ഇത് സ്ഫെറിക്കൽ ഷെൽ ഹോളോസ്ഫിയർ ആണ്, ഹോളോ ആണ് ഉള്ളിൽ. അപ്പോൾ ഈ സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പം ഇതൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പം ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറാണെന്ന് വെച്ചാൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഉള്ളിലിപ്പം ഹോളോ അല്ലാന്ന് വെച്ചോ, സ്ഫെറിക്കൽ കണ്ടക്ടറാണ്. കണ്ടക്ടർ, നോൺ കണ്ടക്ടർ അല്ല, കണ്ടക്ടർ ആണെങ്കിലും കണ്ടക്ടറിൻ്റെ കേസിൽ ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ സർഫസ്. അതിനെപ്പറ്റി നമുക്ക് വേറെ പറയാനൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞതാണ്. അപ്പോൾ ഹോളോസ്ഫിയറിൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഇവിടെ. കണ്ടക്ടറിൻ്റെ കേസിൽ ചാർജ് സർഫസിൽ മാത്രമേ ഉണ്ടാവൂ. സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവൂ. അപ്പോൾ ഹോളോസ്ഫിയറിൻ്റെ കിട്ടുന്ന ഇക്വേഷനല്ല, ഈ കേസിൽ കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ, നോൺ കണ്ടക്ടർ അത് നമുക്ക് വേറെ ചെയ്യാനുണ്ട്. ഈ കേസിൽ കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ ഇതേ സർഫസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ. നമ്മളിപ്പോൾ ചാർജ് കൊടുത്ത കണ്ടക്ടർ ആണെങ്കിൽ ചാർജ് സർഫസിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ സർഫസ് ഇതേപോലെ തന്നെ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഇക്വേഷൻ എല്ലാം ഇതിൻ്റെ കേസിലും അപ്ലൈ ചെയ്യുക, സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഗോസ് തിയറി ഉപയോഗിച്ച് അപ്പോൾ ചാർജ് ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് ഞാൻ ക്യൂ എന്ന് വിളിച്ചു. അപ്പോൾ ഇതിലുള്ള ടോട്ടൽ ചാർജാണ് ക്യൂ. ഇതിൻ്റെ റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുന്നു. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ചാർജ് ഉണ്ട്, പോയിൻ്റ് ചാർജ് അല്ല, സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ 3 സ്ഥലങ്ങളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. ഒന്ന് ഔട്ട്സൈഡ്, ഇതിൻ്റെ ഔട്ട്സൈഡ്, പിന്നെ ഓൺ ദ സർഫസ്, പിന്നെ ഇൻസൈഡ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ്, ഓൺ ദ സർഫസ് ആൻഡ് ഇൻസൈഡ്. 3 സ്ഥലങ്ങളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തത് ഔട്ട്സൈഡാണ്. ഫസ്റ്റ് വൺ ഔട്ട്സൈഡാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഞാനൊരു പോയിൻ്റ് എടുത്തു. ഓക്കെ, ഔട്ട്സൈഡ് പോയിൻ്റ് എടുത്തു. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡല്ലേ കാണുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താ പറയുന്നത്? ഗോസ് തിയറം പ്രകാരം പറയുന്നത് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്യൂട്ടബിളായ ഇതുമായിട്ട് സിമെട്രി പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. അപ്പോൾ ഇത് സ്ഫിയർ അല്ലേ, അപ്പോൾ സ്ഫിയർ തന്നെ എടുക്കുക. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ തന്നെയായിരിക്കണം അതിൻ്റെ സെൻറ്റർ. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കാണുന്നത്. അപ്പോൾ ഈ പോയിന്റ് എവിടെ വരണം? ഈ പോയിന്റ് ഗോസിയൻ സർഫസിൻ്റെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം ഈ പോയിന്റ്. പിന്നെ ഇതുമായിട്ട് സിമെട്രി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ തന്നെയായിരിക്കണം അതിൻ്റെ സെൻറ്റർ. എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ഫിയർ വരയ്ക്കുക. ഇതിൻ്റെ പേരാണ് സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ്. അപ്പോൾ നമ്മളൊരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് വരച്ചു. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു. ഓക്കെ, ഈ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് നമ്മൾ സ്മോൾ ആർ എന്ന് എടുത്തു. സ്ഫെറിക്കൽ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഇവിടെ പിക്ചർ പ്രകാരം സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ് അല്ലേ. അപ്പോൾ സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണ്ടേ നമ്മൾ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആ പോയിന്റിൽ അവിടെ നിങ്ങളൊരു ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളൊരു ഗോസിയൻ സർഫസ് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് എടുത്തു. ആ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം ഏത് പോയിന്റ് നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോകുന്ന പോയിന്റ് അതിൻ്റെ മുകളിൽ വരണം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇത് കോൺസെൻട്രിക് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇതെടുത്തു. എന്നിട്ട് നമ്മൾ
സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്മോൾ ഏരിയ എടുക്കുക, സ്മോൾ ഏരിയ DS. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവേ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവേ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെ കുറേ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അത് ഞാൻ എല്ലാവരുടെയും മാർക്ക് ചെയ്തില്ല, ഇവിടെ മാത്രമേ മാർക്ക് ചെയ്തുള്ളൂ. ഇന്നൊരു സ്മോൾ ഏരിയ DS. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് നമ്മൾ നോർമൽ വെക്ടർ മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നോർമൽ വെക്ടർ അവേ അല്ലേ, ഇതെല്ലാം പല പ്രാവശ്യം പറഞ്ഞു നമ്മളിപ്പോൾ. നോർമൽ വെക്ടർ അവേ, നോർമൽ വെക്ടർ വരച്ചാൽ ഇവിടെയുള്ള നോർമൽ വെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ നോർമൽ വെക്ടർ ഇങ്ങനെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും നോർമൽ വെക്ടറും സെയിം ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ എന്താണ്? 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് നോർമൽ വെക്ടർ. എന്നിട്ട് സ്മോൾ ഏരിയ DS. അപ്പോൾ ഈ സ്മോൾ ഏരിയയിലൂടെ സ്മോൾ ഏരിയ DS എടുത്തു. അതിലൂടെ കുറേ ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും അല്ലേ. അതുപോലെ ഇതിലൂടെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ സ്മോൾ ഏരിയയിലൂടെയുള്ള സ്മോൾ ഏരിയ DS ഇല്ലേ, അതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് അതിലൂടെ പോകുന്ന ലൈൻസിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അല്ലേ. അതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് E.ds. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഗോസ് തിയറം എന്താ പറയുന്നത്? ഗോസസ് തിയറം പ്രകാരം അല്ലേ. അപ്പോൾ ബൈ ഗോസസ് തിയറം പറയുന്ന കാര്യം എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നല്ലേ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണ്ടിക്കേഷൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്നാൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഒന്നുമില്ല, ഇതിലൂടെ പോകുന്ന മൊത്തം ഏത് പറഞ്ഞാൽ ഇതിലൂടെ ഈ ഗോസിയൻ സർഫസിലൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസ്. എപ്പോഴും നമ്മൾ ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ് സ്മോൾ ഏരിയ എടുക്കേണ്ടത്. ഈ ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ് എപ്പോഴും സ്മോൾ ഏരിയ എടുക്കേണ്ടത്. എന്നിട്ട് സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് കാണാം. എന്നിട്ട് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതാണ് E.ds സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് പോകുന്നതിലൂടെയാണ് ഈ ഗോസിയൻ സർഫസിലൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസിലൂടെ ഇതിലൂടെയാണ് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുക അല്ലേ. അതിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds എന്ന് പറയുമ്പോൾ EDS കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി അല്ലേ. തീറ്റയെല്ലാം നമ്മൾ അവിടെ മാർക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ എപ്പോൾ ഇങ്ങനെ തീറ്റ സീറോ ആയിരിക്കണം. അന്നേരമാണ് ഈ സിമെട്രി പ്രോപ്പർട്ടി കീപ്പ് ചെയ്യാന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കോസ് 0 1 ആണ് ഈക്വൽ 1/ε0 ഇൻറ്റു Q എൻക്ലോസ്ഡ്. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്നാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലല്ലേ ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്, ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ചാർജാണ്. ഈ മൊത്തം ചാർജിനെ ഞാൻ ആദ്യം Q എന്ന് വിളിച്ചിരുന്നു. Q എന്ന് പറഞ്ഞാൽ പോയിന്റ് ചാർജ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മൊത്തം ചാർജിനെ ഞാൻ Q എന്നാണ് വിളിച്ചത്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ Q തന്നെയാണ്. ഓക്കെ, കോസ് 0 1 ആണ്. നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്, ഔട്ട് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ടേക്ക് ഔട്ട് സൈഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DS കോസ് 0 1 ഈക്വൽ 1/ε0 ഇൻറ്റു Q. ഓക്കെ, ഈ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ DS ഒന്നും കൂടി ഞാൻ പറയാണ്. DS എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ എവിടെ? എപ്പോഴും ഈ സ്മോൾ ഏരിയ DS സ്മോൾ ഏരിയ എടുക്കേണ്ടത് ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ്. ഗോസിയൻ സർഫസിൻ്റെ മുകളിലേ സ്മോൾ ഏരിയ എടുക്കാവും. ഓക്കെ, അപ്പോൾ സ്മോൾ ഏരിയ DS. അപ്പോൾ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലോ? DS എന്ന് ഇതൊരു സ്ഫിയർ അല്ലേ. അപ്പോൾ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഏരിയ, സ്ഫിയറിൻ്റെ ഫുൾ ഏരിയ 4πr². ഏത് R? 2 R ഉണ്ട് ഇവിടെ, ക്യാപിറ്റൽ R ഉണ്ട്, സ്മോൾ R. DS ഉള്ളത് ഇതിൻ്റെ മുകളിലാണ്, ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ് DS ഉള്ളത്. അപ്പോൾ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ DS ഉള്ളത് ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ ആണ്, ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. സ്ഫിയറാണ്, സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ 4πr². സ്മോൾ R വരിക, DS ഇവിടെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരിക അപ്പോൾ 4π സ്മോൾ r² വരിക. അപ്പോൾ 4π സ്മോൾ r² ഈക്വൽ 1/ε0 ഇൻറ്റു Q. ഓക്കെ, ഇനി അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 4π ടേക്ക് റൈറ്റ് സൈഡ്, 1/4πε0 4π എടുത്തു, Q/r² കൂടി എടുത്താൽ Q/r². 1/4πε0 Q/r² ആണ്. 1/4πε0 Q/r² ആണ് ഒരു യൂണിഫോംലി ചാർജ് ഹോളോസ്ഫിയറിൻ്റെ ഔട്ട് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇതേ ഇക്വേഷൻ തന്നെയല്ലായിരുന്നോ പോയിന്റ് ചാർജിൻ്റെ? ഒരു പോയിന്റ് ചാർജ് വെച്ചാൽ r ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്, പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. അതേ ഇക്വേഷൻ തന്നെയാണ് ഹോളോസ്ഫിയറിൻ്റെ കേസിലും കിട്ടുക. ഇനി ഞാൻ പറഞ്ഞു ഇതേ ഇക്വേഷൻ തന്നെയാണ്
സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ ചാർജ് എവിടെയായിരിക്കും? ഇതേപോലെ തന്നെ സർഫസിൽ മാത്രമായിരിക്കും. ഒരു കണ്ടക്ടറിൻ്റെ ഔട്ട് സൈഡിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. ഈ കേസിൽ പക്ഷേ 6 എന്ന് പറഞ്ഞാൽ പോയിന്റ് ചാർജിൻ്റെ കേസിൽ പോയിന്റ് ചാർജ് മുതലാണ് 6. ഈ കേസിൽ 6 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ മുതലാണ് 6. ആ വ്യത്യാസം മനസ്സിലാക്കണം. സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസാണ് 6. അപ്പോൾ ഈ കേസ് സ്ഫെറിക്കൽ കണ്ടക്ടർ ആയിരിക്കും. കണ്ടക്ടറിൻ്റെ കേസിൽ ചാർജ് ഓൺലി സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ സെൻറ്റർ മുതൽ ഔട്ട് സൈഡിലുള്ള പോയിന്റ്, ഔട്ട് സൈഡിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r² ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റാനുണ്ട്, റീപ്ലേസ് ചെയ്യാനുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടി പറയട്ടെ, ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാം. സെക്കൻഡ് വൺ, ഓൺ ദ സർഫസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ട ഔട്ട് സൈഡ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടല്ലേ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയുള്ളത് കാണാൻ വേണ്ടി, ഇവിടെയുള്ള ഔട്ട് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഗോസിയൻ സർഫസ് എടുത്തു. അവിടെ ഗോസിയൻ സർഫസ് എടുക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് സ്മോളർ, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ. അതിൻ്റെ റേഡിയസ് ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോളർ, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കണ്ടേ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. ഇനി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനോ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ അവിടെ വേണം ഗോസിയൻ സർഫസ് ഇങ്ങനെ വരക്കാൻ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഓൺ ദ സർഫസ്. അപ്പോൾ ഇവിടെയാണ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു. ഓൺ ദ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു. അപ്പോൾ ഓൺ ദ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? ഓക്കെ, അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അവിടെ തന്നെ വരക്കണം ഗോസിയൻ സർഫസ്. അപ്പോൾ ഗോസിയൻ സർഫസ് ഇത് തന്നെയാവും. ഈ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് അല്ലേ സ്മോൾ r? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. ഇനി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിലോ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അവിടെ വേണം ഗോസിയൻ സർഫസ് വരക്കാൻ. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനോ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അവിടെ വരക്കണം ഗോസിയൻ സർഫസ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പം ഗോസിയൻ സർഫസും. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. നേരത്തെ കേസിൽ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R, ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ r. ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പം ഗോസിയൻ സർഫസ് ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആണ് സ്മോൾ r. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ r. അത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇപ്പോൾ അതും ആ രൂപത്തിലായി. അപ്പോൾ സ്മോൾ r ഉം ക്യാപിറ്റൽ R ഈക്വലായി. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ഗോസിയൻ സർഫസ് ഇപ്പോൾ ഇവിടെ എത്തി. കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. ഓൺ ദ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇവിടെ തന്നെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ രണ്ടും ഒന്നാണ്. അപ്പോൾ സ്മോൾ r ഉം ക്യാപിറ്റൽ R ഈക്വലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഓൺ ദ സർഫസ് ആകുമ്പോൾ സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 Q ബൈ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ R സ്ക്വയർ വരും. Q ബൈ ക്യാപിറ്റൽ R സ്ക്വയർ. ഓക്കെ, ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താ? ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ അല്ലേ? ഡിസ്റ്റൻസിലേക്ക് പോകുന്തോറും ഔട്ട് സൈഡിൽ ഡിസ്റ്റൻസിലേക്ക് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് എന്തായി വരുന്നു? കുറഞ്ഞു വരുന്നു. ആ റിലേഷൻ ഇങ്ങനെയാണ് അല്ലേ? ഇനി നമ്മൾ ഇതിൽ ഈ പിക്ചറൊക്കെ ഞാനൊന്ന് വായിക്കണേ. ഇതിൽ നമ്മൾ ഇങ്ങനെയായിരുന്നല്ലോ നമ്മുടെ ഹോളോസ്ഫിയർ ഉള്ളത്. ഈ ഹോളോസ്ഫിയറിൻ്റെ മുകളിലല്ലേ ചാർജ് ഉള്ളത്? ഹോളോസ്ഫിയറിൻ്റെ മുകളിലാണ് ചാർജ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇതെന്ത് ഡിസ്ട്രിബ്യൂഷനാണ്? ഹോളോസ്ഫിയർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഹോളോസ്ഫിയർ ആയതുകൊണ്ട് ഇത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. സ്ഫിയർ ആണ്. സ്ഫിയർ ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ 4πr² അല്ലേ? ഇതിൻ്റെ മുകളിലാണ് ചാർജ് ഉള്ളത്. മറ്റേത് നമ്മൾ ഗോസിയൻ സർഫസ് വരച്ചത് എന്തിനാണ്? ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ളൊരു മെത്തേഡാണ് ഗോസ് പ്രകാരം ഗോസിയൻ സർഫസ് സൂട്ടബിളായ ഗോസിയൻ സർഫസ് വരക്കണം, എന്നിട്ട് വേണം ചെയ്യാനൊക്കെ. ശരിക്കും ഇതിലാണ് ചാർജ് ഉള്ളത്. ഈ ചാർജാണ് എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ഈ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഔട്ട് സൈഡ് കണ്ടു. ഔട്ട് സൈഡ് കാണാൻ വേണ്ടി അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. ഓൺ ദ സർഫസ് കാണാൻ വേണ്ടി അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. എങ്കിലും എന്ത് തന്നെയാലും ചാർജ് ഉള്ളത് ഇതിനകത്തല്ലേ? ചാർജ് ഉള്ളത് ഇതിലാണ്. ഇതെന്ത് ഡിസ്ട്രിബ്യൂഷനാണ്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ സിഗ്മ എടുക്കണം. സിഗ്മേൻ്റെ പേര് സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? dQ/dA അല്ലേ? എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ അല്ലേ? ചാർജ് ബൈ ഏരിയ. അപ്പോൾ ഇതിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ബൈ ഇതിൻ്റെ ഏരിയ. കാരണം ചാർജ് ഉള്ളത് ഇതിൻ്റെ അകത്താണല്ലോ, അല്ലാണ്ട് ഗോസിയൻ സർഫസിലല്ലല്ലോ ചാർജ് ഉള്ളത്, ഇതിലല്ലേ ചാർജ്. അപ്പോൾ ചാർജ് ബൈ ഇതിൻ്റെ ഏരിയ എടുക്കണം. ഓക്കെ, അപ്പോൾ ചാർജ് ബൈ ഏരിയ, ഇതിൻ്റെ ഏരിയ എത്രയാണ്? ക്യാപിറ്റൽ R ആണ്. അപ്പോൾ 4πr². സ്ഫിയർ അല്ലേ? അപ്പോൾ ഏരിയ 4π ക്യാപിറ്റൽ R² എടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ എപ്പോൾ ക്യാപിറ്റൽ R വരിക? കാരണം ഇതിൻ്റെ അകത്തല്ലേ ചാർജ് ഉള്ളത്. അപ്പോൾ Q ഈക്വൽ ടു ഇത് ലെഫ്റ്റിലേക്ക് എടുത്താൽ
4πr² സിഗ്മ വരും. 4πr² സിഗ്മ ക്യൂ. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ല, ഔട്ട് സൈഡാണ് പറയുന്നത്, ഔട്ട് സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 1/4πε0 ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ കൊടുക്കാം, 4πR² സിഗ്മ ബൈ സ്മോൾ r² ഔട്ട് സൈഡ്. 4π ക്യാൻസൽ. ദർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു R² സിഗ്മ ബൈ സ്മോൾ r² ε0. ഇത് ഔട്ട് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? ഓൺ ദ സർഫസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് എന്താണ്? ഓൺ ദ സർഫസ് 1/4πε0 ക്യൂ. ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, 4πR² സിഗ്മ ബൈ R² തന്നെ. ഓൺ ദ സർഫസിൽ ഡിനോമിനേറ്ററിൽ R² തന്നെയാണല്ലോ. 4π ക്യാൻസൽ, R² ക്യാൻസൽ. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സിഗ്മ ബൈ ε0. അപ്പോൾ ഇതാണ് സിഗ്മേൻ്റെ പേരെന്തായിരുന്നു? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡ്. ക്വസ്റ്റൻസ് എല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന എവിടെയാണ്? അപ്പോൾ ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടു, ഓൺ ദ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ഇനി കാണേണ്ട എവിടെയാണ്? ഇൻസൈഡാണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഇൻസൈഡാണ് അല്ലേ. തേർഡ് വൺ ഇൻസൈഡ്. അപ്പോൾ ഇൻസൈഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസൈഡ്, ഇതിൻ്റെ ഇൻസൈഡിലുള്ളൊരു പോയിൻ്റ് എടുക്കുക. ഇൻസൈഡിലുള്ള ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്താ പറഞ്ഞത്? ഔട്ട് സൈഡ് കാണാൻ എന്ത് ചെയ്തു? ഔട്ട് സൈഡ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. ഓൺ ദ സർഫസ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. അപ്പോൾ ഇൻസൈഡ് കാണാനോ? ഇൻസൈഡ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസ് ഇൻസൈഡ് വരച്ചു. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ r. അപ്പോൾ ഇപ്പോൾ സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R ആണ്. സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഇൻസൈഡ് ആകുമ്പോൾ സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ഇത് ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയല്ലേ? ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതല്ലേ? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ്. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. എന്താണ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്? ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് വേണ്ടത്. ഗോസിയൻ സർഫസിൻ്റെ, ഇപ്പോൾ ഗോസിയൻ സർഫസ് ഉള്ളിലല്ലേ ഉള്ളത്, അപ്പോൾ ഈ ഏരിയയിലുള്ള ഇത്രയും ഭാഗത്തുള്ള അതാണ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസുമായിട്ട് ബന്ധപ്പെട്ട അതിന്. അപ്പോൾ ഗോസിയൻ സർഫസ് നിങ്ങൾ നേരത്തെ വീഡിയോ വരച്ചേ. അപ്പോൾ ഗോസിയൻ സർഫസ് ഔട്ട് സൈഡ് വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ചാർജ് ഉണ്ട്. ഈ ചാർജ് ഗോസിയൻ സർഫസ് ഇവിടെ വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഗോസിയൻ സർഫസിൽ വരക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചാർജ് ഉണ്ട്. പക്ഷേ ഇൻസൈഡ് വരക്കുമ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ഈ സർഫസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാർജും ഇല്ല. ചാർജ് ഉണ്ട്, ചാർജ് ഉള്ളത് ഗോസിയൻ സർഫസിൻ്റെ പുറത്താണ്. ഇതിൻ്റെ പുറമെയാണ് ചാർജ് ഉള്ളത്. നമുക്ക് വേണ്ടത് ഈ ഭാഗത്ത് വരുന്ന ചാർജാണ്. ഈ ഭാഗത്ത് എന്തില്ല? ഗോസിയൻ സർഫസ്. അതാണ് ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്. ഈ ഭാഗത്ത് ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. അങ്ങനെ ഒരു ചാർജ് ഇല്ല എന്നാൽ ഒന്നുമില്ല. ഗോസിയൻ സർഫസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല. ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചാർജ് ഇല്ല. ചാർജ് ഉണ്ട്, അതിൻ്റെ പുറത്തുണ്ട്, അതിൻ്റെ ഉള്ളിലില്ല. ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇല്ല, അത് സീറോ. അപ്പോൾ ഗോസിയൻ സർഫസ് ഇവിടെ വരച്ചാൽ, ഔട്ട് സൈഡ് വരച്ചാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് ആണ്. ഗോസിയൻ സർഫസ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് ക്യൂ തന്നെ. ഗോസിയൻ സർഫസ് ഇവിടെ വരച്ചാലോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്നാൽ ഗോസിയൻ സർഫസ് ഇവിടെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചാർജ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇത് തന്നെ. ഗോസിയൻ സർഫസ് ഇവിടെ വരച്ചാലും അതിൻ്റെ മുകളിലെ ചാർജ് അത് തന്നെ, അത് ചാർജ് എൻക്ലോസ്ഡ്. പക്ഷേ ഗോസിയൻ സർഫസ് ഉള്ളിൽ വരച്ചാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറയുന്ന സംഭവം സീറോ ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് സീറോ ആയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്ലോസ് ഇൻ്റഗ്രൽ E.ds എന്നല്ലേ ഉള്ളത്. അപ്പോൾ ഈ സാധനം സീറോ ആയി. സാധനം സീറോ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡ് സീറോ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഹോളോസ്ഫിയറിൻ്റെ യൂണിഫോംലി ചാർജ്ഡ് ആയ ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെയൊക്കെയാണ് ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് സർഫസിലുണ്ടാവും. സർഫസിൽ നമ്മൾ പഠിച്ചു സിഗ്മ ബൈ ε0. അങ്ങനെ ഒരു സർഫസിൽ നമ്മൾ ചെയ്തില്ലേ. പിന്നെ ഔട്ട്
ഔട്ട് സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പിന്നെ ഔട്ട് സൈഡിൽ ഡിസ്റ്റൻസിലേക്ക് പോകും തോറും ദൂരോട്ട് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പം മാക്സിമം എവിടെയായിരിക്കും? സർഫസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം. ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, സർഫസ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം. പിന്നെ ഡിസ്റ്റൻസിലേക്ക് പോകും തോറും പുറമേക്ക് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് എന്താകും? കുറയും. ഇതേ കേസ് തന്നെയാണ് കണ്ടക്ടറിൻ്റെ കേസിലും. ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ വിചാരിക്കുക. കണ്ടക്ടർ അത് ഉള്ളിൽ ഹോളോ ആണെന്നില്ല, കണ്ടക്ടർ ആയിക്കോട്ടെ. കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ ഇപ്പം 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു സർഫസിൽ മാത്രമേ ചാർജ് നിൽക്കൂ, ചാർജ് ഒരിക്കലും ഉള്ളിലുണ്ടാവില്ല കണ്ടക്ടറിൻ്റെ കേസിൽ. അതിന് ചാർജ് നൽകിക്കഴിഞ്ഞാൽ ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ സർഫസ്. അത് ഹോളോ ആകണമെന്നില്ല. കണ്ടക്ടറിൻ്റെ പ്രത്യേകത അത്, ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ സർഫസ്. അപ്പോൾ ഇതേ കേസ് തന്നെയാണ്. ഇതേപോലെ തന്നെ സർഫസിലാണ് ചാർജ്. അപ്പോൾ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം എവിടെയായിരിക്കും? സർഫസിലായിരിക്കും. പിന്നെ പുറമേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻസ് ഒക്കെ ആരുടെ കേസിൽ അപ്ലൈ ചെയ്യാം? സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസ്, യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ നമ്മൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയർ അല്ലേ, ഇതിൻ്റെ മുകളിലാണ് ചാർജ് ഉള്ളത്. ഇതിൻ്റെ റേഡിയസ് ആയിരുന്നു ക്യാപിറ്റൽ ആർ അല്ലേ. അപ്പം നമ്മൾ ഗ്രാഫ് വരക്കുന്നു. ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ക്യാപിറ്റൽ ആർ എടുക്കുന്നു. ക്യാപിറ്റൽ ആർ ഉദ്ദേശിക്കുന്നത് ഇത് സെൻറ്റർ മുതൽ ക്യാപിറ്റൽ ആർ വരെ, എന്ന് പറഞ്ഞാൽ സർഫസ് വരെ. ക്യാപിറ്റൽ ആറിലെത്തി എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ക്യാപിറ്റൽ ആറിലെത്തി എന്ന് പറഞ്ഞാൽ സർഫസിലെത്തി. അപ്പോൾ ഇത് സെൻറ്റർ, ക്യാപിറ്റൽ ആറിലെത്തി എന്ന് പറഞ്ഞാൽ സർഫസിലെത്തി. അപ്പോൾ സെൻറ്റർ മുതൽ സർഫസ് വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലല്ലേ ഗ്രാഫ് വരക്കണ്ടു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫല്ലേ വരക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ, അതിൻ്റെ ഇടയിൽ സെൻറ്റർ മുതൽ സർഫസിൽ എത്തുന്നത് വരെ അവിടെ വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പിന്നെ എവിടെ എത്തിയാലും ഇലക്ട്രിക് ഫീൽഡ്? സർഫസിലെത്തിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഉദ്ദേശിക്കുന്ന സർഫസിലെത്തിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം അല്ലേ. പിന്നെ പുറമേക്ക് പോകുമ്പോൾ, പിന്നെ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ, അതാണ് സ്മോൾ ആർ. പിന്നെ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താകും? കുറയും എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ വരും. പിന്നെ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഇവിടെ ഒന്നും ഗ്രാഫ് വരക്കാതിരിക്കാൻ കാരണം ക്യാപിറ്റൽ ആർ വരെ, സർഫസിലെത്തുന്നത് വരെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ സർഫസിലെത്തിയാൽ മാക്സിമം, പിന്നെ ഔട്ട് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, കണ്ടക്ടിങ് സ്ഫിയർ ആരെ പോലെ? ഹോളോസ്ഫിയറിനെ പോലെ. അതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സർഫസിൽ മാത്രമായിരിക്കും. ഇത് നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണ്. നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആകുമ്പോൾ അതിൻ്റെ കേസിൽ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആകുമ്പോൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസിലും ചാർജ് ഉണ്ടാവും, ഇതിൻ്റെ ഇൻസൈഡും ചാർജ് ഉണ്ടാവും. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് എടുക്കുന്നു. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ടോട്ടൽ ചാർജ് ക്യൂ ആണ്. പോയിൻ്റ് ചാർജ് ഒന്നല്ല, ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജാണ് ക്യൂ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ 3 സ്ഥലങ്ങളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവുകയാണ്. ഒന്ന് ഔട്ട് സൈഡ്, ഓൺ ദ സർഫസ്, ഇൻസൈഡ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഔട്ട് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഔട്ട് സൈഡിലുള്ള ഒരു പോയിന്റ് വിചാരിക്കുക. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞാൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇതുമായിട്ട് സിമെട്രിക്കലായ ഒരു ഗോസിയൻ സർഫസ്. ഇത് സ്ഫിയർ അല്ലേ, അപ്പോൾ സ്ഫെറിക്കലായ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു പി എന്ന് പറഞ്ഞൊരു പോയിന്റ് വെച്ചാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗോസിയൻ സർഫസ്. സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് എടുത്തു. ഇതുമായിട്ട് കോൺസെൻട്രിക് ആയ എന്നാൽ ഇതേ സെൻറ്ററിലുള്ള ഗോസിയൻ സർഫസ് എടുത്തു. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത്. അപ്പോൾ ഈ പോയിന്റ് എവിടെ വരണം? ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം. ഇത്രയൊക്കെയല്ലേ പറഞ്ഞത്. ഇനി ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ആർ എടുക്കുന്നു. അപ്പോൾ ഈ പിക്ചർ പ്രകാരം സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നല്ലേ? 1/ε0 ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ എടുക്കേണ്ട എവിടെയാണ്?
സ്മോൾ ഏരിയ എടുക്കേണ്ടത് ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ സ്മോൾ ഏരിയ എടുത്തു DS. ഇത് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവേ. ഇനി DS സ്മോൾ ഏരിയ എടുത്തു. ഈ സ്മോൾ ഏരിയ എടുത്ത സ്ഥലത്ത് നോർമൽ വെക്ടർ വരക്കണം. അപ്പോൾ നോർമൽ വെക്ടർ ഇങ്ങനെ വരും. അവിടുന്ന് പുറത്തേക്ക് നോർമൽ വെക്ടർ ഇങ്ങനെ വരും. നോർമൽ വെക്ടർ വരച്ചാൽ ഓക്കെ ആംഗിൾ 90 ആ രൂപത്തിൽ നോർമൽ വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് നോർമൽ വെക്ടറും സെയിം ഡയറക്ഷൻ. അപ്പോൾ തീറ്റ എന്താണ്? 0 ആണ്. റെഡി? അപ്പോൾ E.ds എന്ന് പറയുമ്പോൾ EDS cos തീറ്റ 0 ആണ്. ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗോസിയൻ സർഫസ്. എന്താണ് പേര്? ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്. ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ചാർജാണ്. ഈ ചാർജിനെ മൊത്തം നമ്മൾ Q എന്നല്ലേ എടുത്തേ. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ചാർജ് അത് Q തന്നെയാണ്. ഇപ്പോൾ Q തന്നെയാണ്. ഓക്കെ. ഈ cos 0 ഇതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്ന ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡ്. അപ്പോൾ ഈ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DS cos 0 ഈക്വൽ 1/ε0 ഇൻറ്റു Q ആണ്. ഓക്കെ. അപ്പോൾ ഈ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ എന്താണ്? DS എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ എവിടെ? DS ഈസ് ദ സ്മോൾ ഏരിയ ഓൺ ഗോസിയൻ സർഫസ്. അപ്പോൾ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലോ? DSനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സ്മോൾ ഏരിയ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഏരിയ ആരുടെ? ഗോസിയൻ സർഫസിൻ്റെ ഏരിയ സ്ഫിയർ അല്ലേ? 4πr². ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആണ്. DS വരുന്നത് ഇത് ഇവിടെയല്ലേ? ഗോസിയൻ സർഫസിൻ്റെ മോളല്ലേ? അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ മോളായതുകൊണ്ട് ഗോസിയൻ സർഫസിൻ്റെ ഏരിയ ആണ് വരിക. ഇതിൻ്റെ ടോട്ടൽ ഏരിയ 4πr². സ്മോൾ ആർ ആണ് എടുക്കേണ്ടത്. ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. അപ്പം 4πr². DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4π സ്മോൾ r² ഈക്വൽ 1/ε0 ഇൻറ്റു Q. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 4π ടേക്ക്. അപ്പോൾ 1/4πε0 Q/r² വരും. 1/4πε0 4π എടുത്ത് r² റൈറ്റിലേക്ക്. അപ്പോൾ Q/r² വരും. ഇനി ഇങ്ങനെ കിട്ടും. ഇത് നമുക്കൊന്ന് മാറ്റാനുണ്ട്. അപ്പോൾ നേരത്തെ പോലത്തെ ഇക്വേഷനാണ് കിട്ടിയത്. പക്ഷേ നേരത്തെ സംഭവം അല്ല ഇത്. ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഇത് സർഫസിലും ചാർജ് ഉണ്ട്, ഉള്ളിലും ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് നമുക്ക് ചെയ്യാൻ കിടക്കട്ടെ. ഇനി ഞാൻ ചെയ്യുന്നു സെക്കൻഡ് വൺ ഓൺ ദ സർഫസ്. എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൺ ദ സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓൺ ദ സർഫസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടത്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്തു? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അവിടെ ഗോസിയൻ സർഫസ് വരച്ചു അല്ലേ? ഇനി ഇവിടെയുള്ളത് കാണാനോ? അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഓൺ ദ സർഫസ് കാണാനോ? ഓൺ ദ സർഫസ് കാണാൻ നമ്മൾ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ ഗോസിയൻ സർഫസ് ഇപ്പോൾ ഇതാവും അല്ലേ? അപ്പോൾ ഗോസിയൻ സർഫസ് ഇതാവുമ്പോൾ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് അല്ലേ സ്മോൾ ആർ. അപ്പോൾ ഗോസിയൻ സർഫസ് ഇപ്പോൾ ഇവിടെ തന്നെ വരക്കണം. ഓൺ ദ സർഫസ് നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കാണുമ്പോൾ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കാണുമ്പോൾ ഓൺ ദ സർഫസ് കാണുമ്പോൾ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അപ്പോൾ ഗോസിയൻ സർഫസ് ഇപ്പോൾ ഇതാണ്. അതിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അതിനല്ലേ? ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ആറും എന്നല്ലേ? അപ്പോൾ ഗോസിയൻ സർഫസ് ഇത് തന്നെ ആകുമ്പോൾ എന്തായി? ഗോസിയൻ സർഫസ് ഇത് തന്നെ ആകുന്ന സമയത്ത് സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ഈക്വലായി. അപ്പോൾ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയി. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ? ഓൺ ദ സർഫസ് ആകുന്ന സമയത്ത് സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുക്കുക. 1/4πε0 Q/ സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ. അപ്പോൾ ക്യാപിറ്റൽ r². ഇത് ഔട്ട് സൈഡ്, ഇത് ഓൺ ദ സർഫസ്. ഓക്കെ. ഇനി നമ്മൾ ക്യൂനെ മാറ്റാൻ പോവാണേ. ഇതിപ്പം ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നല്ലോ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സർഫസിലും ചാർജ് ഉണ്ട് അല്ലേ? നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും. സർഫസിലും ചാർജ് ഉണ്ട്, ഉള്ളിലും ചാർജ് ഉണ്ട് അല്ലേ? സർഫസിലും ഉള്ളിലും ചാർജ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ മൊത്തം ചാർജാണ് Q. ഇതിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ റോ വെച്ച് ചെയ്യണം. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് റോ വെച്ച് ചെയ്യണം അല്ലേ? റോ എന്ന് വെച്ചാൽ ചാർജ് ബൈ ഇതിൻ്റെ മൊത്തം ചാർജ് ബൈ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ചാർജ് ബൈ വോളിയം അല്ലേ? അപ്പം Q/വോളിയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വോളിയം, ഇതിലാണല്ലോ ചാർജ് ഉള്ളത്. ഓക്കെ. ചാർജ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ 4/3πr³ ആണ്. സ്ഫിയർ അല്ലേ? 4/3πr³ ആണ്. അപ്പോൾ Q ഈക്വൽ എന്ത് വരും? ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആണല്ലോ. ക്യാപിറ്റൽ ആർ റേഡിയസ് ഇതിലല്ലേ ചാർജ് ഉള്ളത്, ഈ സ്ഥാനത്തിലല്ലേ ചാർജ് ഉള്ളത്.
അപ്പോൾ ചാർജ് ബൈ ഇതിൻ്റെ വോളി, ഈ സാധനത്തിൻ്റെ വോളിയാണല്ലോ എടുക്കേണ്ടത്, അല്ലാണ്ട് ഗോസിയൻ സർഫസ് അല്ലല്ലോ എടുക്കേണ്ടത്. ഗോസിയൻ സർഫസ് നമ്മൾ പുറമെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി വരയ്ക്കുന്ന സാധനമല്ലേ. ചാർജ് ബൈ വോളി എടുക്കുമ്പോൾ ഇതിൻ്റെ വോളിയല്ലേ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചാർജ് എന്ത് വരും? ഇത് ലെഫ്റ്റിലേക്ക് എടുത്താൽ 4/3 πr³ റോ. അത് രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 4/3 πr³ റോയിൽ ക്യാപിറ്റൽ ആറാണ് വരിക. കാരണം ഈ ക്യൂ ചാർജ് ഉള്ളത് ഈ വോളിയത്തിലാണ്. ഈ വോളിയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസാണ്. ഗോസിയൻ സർഫസ് വരച്ചത് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി, ഓരോ സ്ഥലത്ത് കാണാൻ വേണ്ടി അവിടെ ഗോസിയൻ സർഫസ് വരച്ചു, സർഫസ് കാണാൻ വേണ്ടി അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. അല്ലാണ്ട് ചാർജ് ഉള്ളത് ഈ ആർ റേഡിയസിൽ ഈ വോളിയത്തിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഈ ചാർജ് കാണുമ്പോൾ എപ്പോൾ ഈ വോളിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് അതിൽ ക്യാപിറ്റൽ ആർ വന്നത്, ചാർജ് കാണുമ്പോൾ ക്യാപിറ്റൽ ആർ വന്നത്. അപ്പോൾ ചാർജിന് പകരം അത് കൊടുക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 1/4πε0. ചാർജ് എന്ന് പറയുമ്പോൾ 4/3 πr³ റോ അല്ലേ. ചാർജ് 4/3 πr³ റോ ബൈ ചാർജ് Q/r². ഇത് സ്മോൾ r². അപ്പോൾ 4π ക്യാൻസൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായി? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/3ε0. 1/3ε0 പിന്നെ ക്യാപിറ്റൽ r³ റോ ബൈ സ്മോൾ r². ഓക്കെ, റെഡി. റോൻ്റെ പേരെന്തായിരുന്നു? വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഇത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ് റോ വെച്ച് ചെയ്തത്. അപ്പോൾ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഇത് എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ആ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിൽ ഇതിലോട്ട് ഡിസ്റ്റൻസിലേക്ക് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ്, ഇത് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ്? ഓൺ ദ സർഫസ് ആകുമ്പോൾ സ്മോൾ ആർ ഈക്വൽ ക്യാപിറ്റൽ ആർ ആയി. അങ്ങനെ നമ്മൾ ഇതിലുള്ള സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുത്തു, അതാണ് ചെയ്തത്. ഇനി ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0. ക്യൂ എത്രയാണ്? ഇതാ 4/3 πr³ റോ ആണ് ക്യൂ അല്ലേ, ബൈ ക്യാപിറ്റൽ r² തന്നെ. 4π ക്യാൻസൽ. ക്യാപിറ്റൽ r³ r². അപ്പോൾ ഇവിടെ ഒരു r ന്യൂമറേറ്ററിൽ ബാക്കി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായി? r റോ, ഒരു ക്യാപിറ്റൽ ആർ ബാക്കിയുണ്ട്. അപ്പോൾ r റോ ബൈ 3ε0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ്. ഇതിൻ്റെ ഓൺ ദ സർഫസ് നേരത്തെ നമ്മൾ കണ്ടത് ഔട്ട്സൈഡിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഇപ്പം നമ്മൾ കണ്ടത് ഓൺ ദ സർഫസ് എന്ന് പറയുമ്പോൾ സർഫസിലല്ലാണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സർഫസിലല്ലാണ്ട് സെയിം ആയിരിക്കും. ഔട്ട്സൈഡിൽ നമ്മൾ ഡിസ്റ്റൻസിലേക്ക് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. ഇതിൻ്റെ ഓൺ ദ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡിൽ അങ്ങനെയാണ്, ഓൺ ദ സർഫസ് ഇങ്ങനെയും കിട്ടി. റെഡി? ഔട്ട്സൈഡിലുള്ള ഇക്വേഷൻ ഇതാണ്, ഓൺ ദ സർഫസ് ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത്? ഇൻസൈഡ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻസൈഡാണ്. ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ തേർഡ് വൺ ഇൻസൈഡ്. അപ്പോൾ ഇത് നമ്മുടെ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ. ഓക്കെ, ഇതിലേ അപ്പോൾ ഇൻസൈഡാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റേഡിയസ് ആയിരുന്നു ക്യാപിറ്റൽ ആർ. സംഭവം തന്നെ. അപ്പോൾ ഇൻസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസൈഡിൽ വേണം ഗോസിയൻ സർഫസ് വരയ്ക്കാൻ. ഇൻസൈഡിൽ നമ്മൾ ഗോസിയൻ സർഫസ് വരച്ചു അല്ലേ. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. പിന്നെ എവിടെയാണോ കാണുന്നത് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് അല്ലേ, ഔട്ട്സൈഡ് കാണുമ്പോൾ അവിടെ ഗോസിയൻ സർഫസ് വരച്ചു, ഓൺ ദ സർഫസ് കാണുമ്പോൾ അവിടെ ഗോസിയൻ സർഫസ് വരച്ചു. ഇനി ഇൻസൈഡ് കാണുമ്പോൾ അവിടെ ഗോസിയൻ സർഫസ് വരക്കണം. അതിൻ്റെ റേഡിയസ് ആ സ്മോൾ ആർ. അപ്പോൾ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ഇനി ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഗോസ് തിയറം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നല്ലേ. ഇതിൻ്റെ ടോട്ടൽ ചാർജ് ആയിരുന്നു ക്യൂ അല്ലേ. നമുക്ക് വേണ്ടത് ചാർജ് എൻക്ലോസ്ഡാണ്.
ഇതിൻ്റെ പേര് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. അപ്പോൾ ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ. ഡി എസ് എടുക്കേണ്ടത് സ്മോൾ ഏരിയ, നമ്മൾ ഡി എസ് എടുക്കേണ്ടത് എപ്പോൾ ആരംഭമുള്ള ഡി എസ് എടുക്കേണ്ടത് നേരത്തെ എല്ലാം നോക്കിക്കോ. ഡി എസ് എടുക്കേണ്ടത് എല്ലാ ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ എടുത്തതും ഡി എസ് എടുക്കേണ്ടത് ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ്. ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ് ഡി എസ് എടുക്കേണ്ടത്. അപ്പോൾ ഇ ഡോട്ട് ഡി എസ്, ഇ ഡി എസ് കോസ് തീറ്റ വരും. കോസ് തീരത്തിൽ അപ്പോൾ തീറ്റ നിങ്ങൾ വരച്ചാൽ 0 ആയിരിക്കും. അപ്പോൾ ഇ ഡോട്ട് ഡി എസ് ഉള്ളത് ഇ ഡി എസ് കോസ് 0, കോസ് 0 1. അപ്പോൾ ഇ ഡി എസ് തന്നെ വരും, ഇ ഡി എസ്. അതിൽ ഇ പുറത്തെടുക്കുക, ഇ പുറത്തെടുത്താൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്, ഇ ഡി എസ് എന്നുള്ളത് ഇങ്ങനെ വരും. ഇ ഡി എസ് കോസ് തീറ്റയാണ്, തീറ്റ 0 ആയിരിക്കും. അപ്പോൾ ഇ ഡി എസ് എന്നുള്ളതിൽ ഇ പുറത്തെടുത്തു ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്. ചാർജ് എൻക്ലോസിനെ പറ്റി ഈ കേസിൽ പറയാനുണ്ട്, അടക്കട്ടെ. ഇ ഇൻറ്റു ഡി എസ് പറഞ്ഞാൽ സ്മോൾ ഏരിയ. ഡി എസ് എന്ന് പറയുന്ന സ്മോൾ ഏരിയ ഉള്ളത്, ഡി എസ് എന്ന് പറയുന്ന സ്മോൾ ഏരിയ ഉള്ളത് എപ്പോഴും അതിൻ്റെ മുകളിലാണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്മോൾ ഏരിയ ഉള്ളത് ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ്. സ്മോൾ ഏരിയ ഉള്ളത് ഗോസിയൻ സർഫസ്. അപ്പോൾ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഏരിയ, ടോട്ടൽ ഏരിയ ആരുടെ? ഗോസിയൻ സർഫസിൻ്റെ. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ഇത് സ്ഫിയർ ആയതുകൊണ്ട് 4πr². ഈ 4πr² എന്ന് പറയുമ്പോൾ ഏതാണ്? ഗോസിയൻ സർഫസ് ആകുമ്പോൾ സ്മോൾ ആറില്ല. ഡി എസ് ഉള്ളത് ഇവിടെയാണ്. ഇവിടെ ആകുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടുക 4πr². അപ്പോൾ സ്മോൾ ആർ ആവില്ല. അപ്പോൾ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4πr². പിന്നെ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് അല്ലേ വേണ്ടേ? ഇതിൻ്റെ പേരെന്താ? ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്നാണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസിയൻ സർഫസിൻ്റെ വരുന്ന ചാർജാണ്. എന്നാൽ ഇവിടെയാണ് ഇപ്പോൾ ഗോസിയൻ സർഫസ് ഉള്ളത്. ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്, ഈ ചാർജാണ് വേണ്ടത്. കണ്ട? അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ ഗോസിയൻ സർഫസ്, നേരത്തെ ഗോസിയൻ സർഫസ് പുറമേ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ മൊത്തം ചാർജ് തന്നെയാണ്. പക്ഷേ ഇപ്പം ഗോസിയൻ സർഫസ് ഇവിടെ ആയതുകൊണ്ട് ഇതിൻ്റെ പേര് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തുള്ള ചാർജേ വേണ്ടൂ എന്ന് പറഞ്ഞാൽ ഈ പുറമേയുള്ള ചാർജൊന്നും വേണ്ട, ഈ ഭാഗത്തുള്ള ചാർജ് വേണം. അപ്പം റോ ഈക്വൽ ടു ക്യൂ ബൈ വി എന്നാണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു റോ വി എന്നാണ് വരിക. അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള മൊത്തം ചാർജ് കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊത്തം ചാർജ് കാണണം. മൊത്തം ചാർജ് കാണണേ മൊത്തം വോളിയം എടുക്കണം. മൊത്തം വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³. ഏത് ആറ്? ക്യാപിറ്റൽ ആർ. മൊത്തം വോളിയം എന്ന് പറയുമ്പോൾ 4/3πr³ ക്യാപിറ്റൽ ആറിലെ വരിക. പക്ഷെ നമുക്ക് കാണുന്നത് ചാർജ് എൻക്ലോസ്ഡാണ്. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? റോ ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസിൻ്റെ ഇവിടെ വരുന്ന ചാർജ് എന്ന് പറയുമ്പം വോളിയം എടുക്കുമ്പോൾ ഇതിൻ്റെ വോളിയം അല്ലേ വേണ്ടൂ. ടോട്ടൽ ചാർജ് കാണാൻ നിങ്ങൾക്ക് ടോട്ടൽ വോളിയം എടുക്കണം. അത് നേരെ ചെയ്തേ. പക്ഷേ ഇപ്പം ഗോസിയൻ സർഫസ് ഇവിടെയാണ് മക്കളെ, അതാ ശ്രദ്ധിക്കേണ്ടത്. ഗോസിയൻ സർഫസ് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജേ വേണ്ടൂ. ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറയുമ്പോൾ ഈ ഗോസിയൻ സർഫസിൻ്റെ കേസിൽ ഇവിടെ വരുന്ന ചാർജേ വേണ്ടൂ. ഇവിടെ വരുന്ന ചാർജ് ആയതുകൊണ്ട് ഇതിൻ്റെ വോളിയമേ വേണ്ടൂ. ഇതിൻ്റെ വോളിയം എന്ന് പറയുമ്പം അതിൽ വരുന്ന സ്മോൾ ആറാ. അപ്പോൾ വോളിയം എത്ര വരിക? 4/3π ഏതാറ്? സ്മോൾ r³ വരിക. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ റേഡിയസാണ് വരിക, സ്മോൾ ആറാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ചാർജ് എൻക്ലോസിന് പകരം റോ ഇൻറ്റു 4/3π സ്മോൾ r³ വരും. 4π ക്യാൻസൽ. സ്മോൾ r² r³ പോയാൽ ഇവിടെ ഒരു 6 ബാക്കി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായി? ഒരു 6 ഇവിടെ ബാക്കിയുണ്ട്. സ്മോൾ r റോ ബൈ 3ε0. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പോൾ ഈ സ്മോൾ ആർ ഇൻസൈഡിലെ കാര്യമാണ്, ഇൻസൈഡ് മാത്രമാണ്. ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറയുമ്പോൾ ഈ ഹോളോസ്ഫിയറിൻ്റെ നോട്ട് ഹോളോസ്ഫിയർ, ഈ നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയായിരിക്കും സംഭവം. ഇതിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പിന്നെ ഉള്ളിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറയുമ്പോൾ ഈ ഇതാ സ്മോൾ ആർ കൂടുന്തോറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ 6 കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ്, സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടി വരിക. 6 കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും. അപ്പോൾ സെൻറ്ററിൽ 0 ആയിരിക്കും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി വരും.
അങ്ങനെ എവിടെ വരെ കൂടും? സർഫസ് വരെ. സർഫസ് വരെ ഇൻസൈഡിൽ, കാരണം ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അപ്പോൾ സെൻട്രൽ 0, പിന്നെ അങ്ങോട്ട് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് കൂടി വന്ന് സർഫസിലെത്തുമ്പോൾ മാക്സിമം ആവും ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ ഔട്ട് സൈഡ് നിങ്ങൾ പഠിച്ചെന്നാ, ഔട്ട് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഔട്ട് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ നമ്മൾ ഫസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ദൂരോട്ട് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എടുത്തു, ഇവിടെ ആർ എടുത്തു ഡിസ്റ്റൻസ്, ഇവിടെ ക്യാപിറ്റൽ ആർ എടുത്തു. ക്യാപിറ്റൽ ആർ ഉദ്ദേശിക്കുന്നത് എന്നാ? സർഫസ്. അപ്പം എവിടെ മുതൽ എവിടെ വരെ ഇലക്ട്രിക് ഫീൽഡ് കൂടും? ഇലക്ട്രിക് ഫീൽഡ് ഏരിയ 0 സെൻട്രൽ. സെൻറ്റർ മുതൽ സർഫസ് വരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. എന്ന് പറഞ്ഞാൽ ആറ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡും കൂടും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ സെൻറ്റർ മുതൽ ക്യാപിറ്റൽ ആർ വരെ എന്ന് പറഞ്ഞാൽ സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അപ്പോൾ സെൻട്രൽ 0, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ സർഫസിലെത്തുമ്പോൾ മാക്സിമം ആവും. പിന്നെ ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ആർ കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് എന്താവും? കുറയും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. ഇതേ സംഭവം കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, കണ്ടക്ടിങ് സ്ഫിയർ ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഹോളോ സ്ഫിയറിൻ്റെ കേസിൽ കിട്ടുന്ന അതേ സംഭവമായിരിക്കും കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ കേസിൽ. നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആകുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ് പറയാം. ഓക്കെ, ശരി.